മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യ വാർഷികം അടൂരിൽ നടത്തി. പത്തനംതിട്ട രൂപതയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഇതോടൊപ്പം സഭാ സംഗമവും നടന്നു. പത്തനംതിട്ട രൂപതയുടെ ക്രിസ്റ്റൽ ജൂബിലി ആഘോഷവും സംഘടിപ്പിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യ വാർഷികവും സഭാസംഗമവും നടത്തി. പത്തനംതിട്ട രൂപതയുടെ ക്രിസ്റ്റൽ ജൂബിലി ആഘോഷവും ഇതോടനുബന്ധിച്ച് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണവും അവശ ജനവിഭാഗങ്ങളുടെ ഉന്നമനവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനായി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. സേവന തൽപരതയോടെയാണല്ലോ ബദരി കൃഷിക്കാരനുള്ള സന്യാസി സമൂഹത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. അതിലൂടെ സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമായി ഏറ്റെടുത്തു. പിന്നീട് പുത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ തൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. വിശ്വരായ മനുഷ്യർക്കൊപ്പമായിരുന്നു അദ്ദേഹം എന്നും നിലകൊണ്ടത്. മന്ത്രി വീണ ജോർജ്, രമേശ് ചെന്നിത്തല MLA, ശ്രീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത വർഷം ചെന്നൈയിൽ വെച്ച് നടക്കുന്ന 96ാം വാർഷികത്തിന്റെ പതാക കൈമാറ്റം, പുസ്തക പ്രകാശനം, സ്മരണിക പ്രകാശനം, സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം, സ്കോളർഷിപ്പ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. 100ാം വർഷത്തിന്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഭാരതീയ ദർശനത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തദ്ദേശീയമായ ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ച് തൻ്റെ വിശ്വാസ സമൂഹത്തിന് മുഴുവൻ ആശ്വാസവും പുരോഗതിയും നൽകാൻ വേണ്ടി യത്നിച്ച മഹാവ്യക്തിത്വമാണ് മാർ ഇവാനിയോസ് തിരുമേനി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.